സാറേ, ലോകദാസിൻ്റെ ഓർമ്മ ദിനമാണ്. ലോകദാസ് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. സിനിമാ പ്രേമികൾക്കല്ലാത്തവർക്കും ലോകദാസ് എന്നുള്ള പേര് സുപരിചിതമാണ്. അദ്ദേഹത്തിൻ്റെ മരണം, പ്രത്യേകിച്ച് അകാലത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ആ നഷ്ടം നമുക്കിതുവരെ നികത്താൻ പറ്റിയിട്ടില്ല. കാരണം അദ്ദേഹം എഴുതിയിട്ടുള്ളതെല്ലാം ഒന്നിനൊന്ന് മികച്ച തിരക്കഥകളാണ്. ഇന്ന് നമ്മൾ കാണുന്ന സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലിനും ഏറ്റവും മികച്ച വേഷങ്ങൾ കൊടുത്തത് അദ്ദേഹത്തിൻ്റെ തിരക്കഥകളാണ്. അദ്ദേഹത്തിനെ ഓർക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പറ്റുന്നത്? നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച തിരക്കഥ കൊടുത്തത്. അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഉദയയുടെ തന്നെ ഒരു ശ്രീരംഗമാണ്. അവിടെ തന്നെ ഒരു ഉദയനമായ സിനിമയെ കാണുമ്പോൾ കാണാം. ഉദയൻ്റെ സ്ഥിര റൈറ്ററായിരുന്നു, പേര് വന്നത് പാണി എന്നാണ് അവസാനം. ശാരംഗപാണി. ഭയങ്കര എന്താ പറയുക, സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരാളാണ്. ഉദയം മെരിലാൻഡ് അല്ലേ ഉള്ളൂ. അപ്പം പിന്നെ അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പ് വേറൊരു മുതുകുളം രാഘവൻപിള്ള വന്നു. പിന്നെ KT മുഹമ്മദ്, ഒരുപാട് അരനായിക നേരം പോലെയുള്ള സൂപ്പർ സിനിമകൾ KT മുഹമ്മദ് ചെയ്തു. പിന്നെ തോപ്പിൽ ബാസി, ഇവരൊക്കെയാണ്. SL പുരം. ഇവരുടെയൊക്കെ ഒരു പക്ഷേ നാടകത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. പലപ്പോഴും എനിക്ക് തോന്നുന്നു NN പിള്ള മറ്റോ പറഞ്ഞത് ഈ തോപ്പിൽ ബാസിയുടെയൊക്കെ സിനിമകളിൽ സ്ക്രീനിൽ ക്യാമറ ഓൺ ചെയ്ത് നാടകം കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. അതൊരു പരിധി ശരിയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അന്നത്തെ നമ്മൾ അടൂർ ഭവാനിയുടെ കവിനയം കണ്ടു കഴിഞ്ഞാൽ ഞെട്ടലുണ്ട്. നാടകത്തിൽ ഞാൻ പണ്ട് നാടകം ചെയ്തിട്ടുണ്ട് സുഖപടിയും. നാടകത്തെ എക്സ്പ്രഷൻ ശരിക്കും ഞെട്ടലെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വരണ്ടല്ലോ. സിനിമയിൽ അതിൻ്റെ ആവശ്യമില്ല, ഒറ്റ ആവശ്യമില്ല. പക്ഷെ അന്നത്തെ ആവശ്യമായിരുന്നു. ഇങ്ങനെ വന്നാൽ മതിയല്ലോ, ഒറ്റ ഇതിൽ നമുക്ക് കിട്ടും. അത് ഇപ്പം മോഹൻലാലിന്റെ കയ്യിൽ എക്സ്പേർട്ടാണ്. കണ്ണിലെ ഒരു പുരുകത്തിൻ്റെയും കണ്ണിലെ കൃഷ്ണയുടെയും ചെറിയ ജനത്തോടെ നമുക്ക് വലിയ മെസ്സേജ് കൊടുക്കാൻ പറ്റും. കാരണം നമ്മുടെ തലയുടെ 5 ഇരട്ടി വലുപ്പത്തിലാണ് സ്ക്രീനിൽ തല കാണുന്നത്. ചെറിയൊരു മൂവ്. സിനിമയിൽ അങ്ങനെയല്ല, നാടകത്തിൽ അങ്ങേ അറ്റം വരെ എത്തണമെങ്കിൽ ആ രീതിയിൽ ശരീരം മൊത്തം പണ്ട് ശ്രീനിവാസൻ രസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ, ഉദയനാണ് താരത്തിൽ. അതുപോലെ മൊത്തം ഉണ്ടാക്കേണ്ടതാണ്. അപ്പം അങ്ങനെ പ്രശ്നമുണ്ട്. അവിടെ നിന്ന് മാറി പരനായിക നായക വരുന്ന സമയത്ത് മാറ്റമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പാപ്പനംകോട് ഒരാൾ ലക്ഷ്മണൻ, അദ്ദേഹമാണ് മലയാള സിനിമ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റുള്ള വേറൊരാള്. അത് 50% സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. പിന്നെ ഡെന്നിസ് ജോസഫാണ് വിജയത്തിൻ്റെ കാര്യത്തിൽ. അപ്പം അതിൽ നമ്മളൊരു ആദ്യത്തെ ഉദയ കാലഘട്ടം കഴിഞ്ഞ് ഇദ്ദേഹം എനിക്കൊന്ന് ഞാൻ നോട്ട് ചെയ്ത ആളുകളിൽ KT മുഹമ്മദ് കഴിഞ്ഞാൽ പിന്നെ ഈ പാപ്പനംകോടിൻ്റെ ഒക്കെ ഒരു കാര്യം എന്ന് വെച്ചാൽ അതായത് കൊമേഴ്ഷ്യൽ ആ ഒരു രീതിയിൽ എഴുതിയതാണ്. പക്ഷെ ഇതിൽ ഇവരൊക്കെ നാടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ആ രീതിയിൽ സിനിമകൾ എടുത്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കൊമേഴ്ഷ്യൽ സക്സസ് ആയിട്ട് അദ്ദേഹത്തിനാണ് കൂടുതൽ. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ഡെന്നിസ് ജോസഫാണ് ഇദ്ദേഹത്തിന് മുമ്പ് വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഡെന്നിസ് മുമ്പ് വന്ന ഡെന്നിസാണ്. ഡെന്നിസ് പിന്നെ 83-84 കാലഘട്ടത്തിലാണ് ഡെന്നിസ് ജോസഫ്. ഈ ഡെന്നിസിന്റെ കാലം തൊട്ടാണ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആദ്യം സിനിമാറ്റിക് ആവുന്നത്. നാടകത്തിന്റെ പിടിയൊന്നും കഴിഞ്ഞിട്ട് ഇപ്പൊ ന്യൂഡൽഹി തൊട്ട് നമുക്ക് അല്ലെങ്കിൽ ഈ നമ്മള് ഇതിനിടയ്ക്ക് പത്മരാജന്റെ പേര് പത്മരാജൻ വേറെ ക്ലാസ്സാണ്. പിന്നെ തിരക്കഥാകൃത്തുകൾ മാത്രമായിട്ട് നമ്മൾ കൂട്ടുമ്പോൾ അപ്പോൾ പത്മരാജനൊക്കെ നാടകൃത്തും എല്ലാം കൂടിയാണ്. നാടകത്താണ്, നോവലിസ്റ്റാണ്, തിരക്കഥാണ്, പിന്നെ അതുപോലെ തന്നെ MD. അത് വേറെ ഒരു സാഹിത്യത്തിന് കൂടുതൽ അത് നമുക്ക് മനസ്സിലാക്കാം. അവരുടെ സിനിമകളിലെല്ലാം വിഷ്വൽ ഇമ്പാക്റ്റിനെക്കാട്ട് കൂടുതൽ ക്ലാര എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ MDയുടെ ഈ പിന്നെ പള്ളിവാലം കാൽച്ചിലമ്പിലൊക്കെ തന്നെ ആ സാഹിത്യത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. വിഷ്വൽ ട്രീറ്റ് അല്ല. വിഷ്വൽ ട്രീറ്റിനെക്കാട്ടും കൂടുതൽ ആ സാഹിത്യത്തിന്റെ ബാക്കപ്പിലാണ് സിനിമ പോകുന്നത്. ഡെന്നിസ് ജോസഫിന്റെ കാലം തൊട്ട് കണ്ടന്റുകൾ ഇപ്പൊ ഡെന്നിസ് ജോസഫിന്റെ പലതും വേൾഡ് സിനിമയും വേൾഡ് സാഹിത്യവുമായിട്ട് ഭയങ്കര ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഡെന്നിസ് ജോസഫ് നിറക്കൂട്ടി തന്നെ മൾട്ടി എന്തെങ്കിലും കേട്ടെന്ന് വെച്ചാൽ ജോഷി സാറിന്റെ അസിസ്റ്റന്റുമാർക്ക് ഇത് വായിച്ചിട്ട് മനസ്സിലായില്ല. ഇത് സിനിമ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ മനസ്സിലായ 2 പേരേ ഉള്ളൂ സിനിമ. അത് ജോഷി സാറും ഇയാളുമാണ്, ഡെന്നിസും. നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവര് രണ്ടുപേർക്ക് മനസ്സിലായി. നമുക്ക് ഭയങ്കര സെൻസുള്ള ഒരാളാണ്. അപ്പം അത് എന്താ പറയുക, നോൺ ലീനിയർ നെഗറ്റീവ് അല്ലേ. നോക്കൂട്ട് നമ്മൾ അതുവരെ കണ്ട വ്യത്യസ്തമായിരുന്നു. വേറൊരു ടേക്ക് ഓഫ് ആയിരുന്നു ഡെന്നിസ് ജോസഫോട് കൂടി, വേറൊരു തരത്തിലേക്ക് സിനിമ ടേക്ക് ഓഫ്. ആ സമയത്ത് ഈ ഡെന്നിസ് ജോസഫിന്റെ ഒരു വിഷ്വൽ ട്രേറ്റും സ്ക്രിപ്റ്റില് വിഷ്വൽ പോസിബിലിറ്റിയും അതേപോലെ തന്നെ ഈ പറഞ്ഞ സാഹിത്യത്തിന്റെ ഡെപ്തും ഒരേപോലെ കൊടുക്കാൻ പറ്റിയ ആളാണ് ലോഹിദാസ്. സംവിധായകൻ എന്ന രീതിയിൽ ലോഹിദാസ് വലിയ വിജയം ഞാൻ പറയില്ല. പക്ഷെ സിബി മലയിലെ പോലെയുള്ള സത്യാന്തിക്കാടിനെ പോലെ ഒരു ഡയറക്ടറിന്
ഏറ്റവും നല്ല സ്ക്രിപ്റ്റ്, ഏറ്റവും കൂടുതൽ വിഷ്വൽ പോസിബിലിറ്റി അടങ്ങി നിൽക്കുന്ന, എന്നാൽ മനുഷ്യന്റെ വികാര വിചാരങ്ങളെ അതിന്റെ ന്യൂആൻസസിലേക്ക് പോയിട്ട് അഡ്രസ്സ് ചെയ്ത് നമ്മളെ കൂടെ സഞ്ചരിപ്പിക്കുന്ന, നമ്മളെ ഒരു കഥാസിസിന് വിധേയമാക്കുന്ന സിനിമകൾ അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഗ്രാമീണമായ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഇതെല്ലാം നമുക്കറിയാവുന്ന ആളുകൾ നമ്മുടെ ജീവിത പരിസരത്ത് നമുക്ക് തോന്നും. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ അങ്ങനത്തെ വളരെ ചെറുത് അച്ഛൻ മരിച്ചുപോയി, അച്ഛൻ അമ്മേനെ വിട്ടുപോവുകയെ, അങ്ങനെ ശരിക്കും അദ്ദേഹത്തിന്റെ കഥ പോലെ ഒരു കഥയാണ് കന്മതം എന്നാണ് പറയപ്പെടുന്നത്. അത് ഞാൻ പറഞ്ഞത് നമ്മുടെ രാധാകൃഷ്ണൻ സാറല്ലേ BBC-യിൽ അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം ഒരിക്കല് ഈ സ്ക്രിപ്റ്റിനെ പറ്റി ഏതോ വേദിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റാണത് രാധാകൃഷ്ണൻ സാർ പറഞ്ഞു. അപ്പം ലോഹിദാസ് പുറത്തേക്ക് നല്ല മഴ വന്നിട്ട് അപ്പോൾ സാറിനെ ഇൻസൾട്ട് ചെയ്തതാണ്. പിന്നാണ് സാറിന് മനസ്സിലായത് ലോഹിന്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ്. ലോഹി ഇങ്ങനെ പിന്നെ രണ്ടാമത്തെ വെട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ ലോഹി അന്ന് അനുഭവിച്ച ഒരു ട്രോമയുണ്ടല്ലോ, ആ ട്രോമ സിനിമക്ക് ഭയങ്കര അസ്വസ്ഥ ഉണ്ടാക്കുന്ന സിനിമയാണ്. ഞാൻ കർമ്മത രണ്ടാമത് കാണാനേ നിൽക്കില്ല. ഇദ്ദേഹത്തിന്റെ പല സിനിമകളും ഞാൻ രണ്ടാമത് കാണാൻ നിൽക്കില്ല. നമുക്ക് വല്ലാതെ ഇപ്പൊ ഡെന്നി ജോസഫിന്റെ പടം അല്ലെങ്കിൽ പാണ്ടിപ്പടം പോലെ സിനിമ നമ്മൾ ഇഷ്ടം പോലെ കാണും, ഇത് നമ്മൾ കാണാൻ നിൽക്കില്ല. തനിയാവർത്തനം ഇദ്ദേഹം നാടകൃത്തായിരുന്നല്ലോ, അങ്ങനെയാണ് തിലകൻ സാറാണ് പിന്നെ ഇദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ശരിക്കും മമ്മൂട്ടിയാണ് സിനിമയിൽ ബ്രേക്ക് കൊടുക്കുന്നത്, തിലകൻ സാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിലും ഒരു സ്ക്രിപ്റ്റില് അന്നത്തെ പ്രധാനപ്പെട്ട ഏതോ തിരക്കഥാകൃത്തിന് അസിസ്റ്റന്റ് ആയിട്ട് ഇയാൾ വരുന്നു, പകർത്തി എഴുതാൻ. അപ്പൊ തിരുത്തി ഇദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് കൊണ്ടുപോയി തിരുത്തി കൊടുത്ത സമയത്ത് ഇയാളെ മുഖത്തേക്ക് വലിച്ചു തന്നു ഡയറക്ടർ. അപ്പൊ ഇയാളെ കണ്ണൊക്കെ തുറന്നു. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് അല്ല, മറ്റേയാളാണ്. അപ്പൊ ഇയാളിങ്ങനെ ഒരുപാട് ട്രോമയിൽ കൂടെ കടന്നു പോയ മനുഷ്യനല്ലേ. ഇദ്ദേഹത്തിന്റെ ദയനീയ അവസ്ഥ മമ്മൂട്ടി നോട്ട് ചെയ്തു. മമ്മൂട്ടിക്ക് അന്നപ്പോ തന്നെ മനസ്സിലായി, മമ്മൂട്ടി അങ്ങനെ സെൻസ് ഉണ്ട്, ആളുകൾ അങ്ങനെ പെട്ടെന്ന് മമ്മൂട്ടി ഐഡന്റിഫൈ ചെയ്യും ഇയാളെ കഴിവൊക്കെ. ഉമ്മൻചാണ്ടി സാധനം കൊണ്ട് വന്നതിനെ പറ്റി. അപ്പോൾ ആ ഐഡന്റിഫൈ ചെയ്തിട്ട് മമ്മൂട്ടി ഇയാളെ ഓർമ്മയിൽ വെച്ചു. ഇതിനിടയ്ക്ക് ഈ സിനിമ മുടങ്ങി. ഇത് ഏത് സിനിമ എന്ന് എനിക്കറിയില്ല, ഇവർ പറയുന്നതാണ്, ഞാൻ അന്വേഷിച്ചാൽ കിട്ടും. ഈ സിനിമ മുടങ്ങി. പിന്നെ അതിൻ്റെ മമ്മൂട്ടിക്ക് ഫ്ലോപ്പൊക്കെ വന്നു. ഫ്ലോപ്പൊക്കെ വന്ന് പിന്നെ മമ്മൂട്ടി ശക്തമായ ന്യൂഡൽഹിയിലൊക്കെ തിരിച്ചു വന്ന ശേഷം തോന്നുന്നു ഈ സിനിമ രണ്ടാമത് എടുത്തു. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, ഞാൻ അഭിനയിക്കാം, പക്ഷെ അയാൾ സ്ക്രിപ്റ്റ് ചെയ്യണം. അപ്പോൾ ലോഹിനെ കൊണ്ട് സ്ക്രിപ്റ്റ് ചെയ്യിപ്പിച്ചു. പക്ഷെ അത് ലോഹിയുടെ പേരിലല്ല സ്ക്രിപ്റ്റ് വന്നാൽ മറ്റേ ആളെ പേര് തന്നെ, പക്ഷെ ലോഹിയാണ് ചെയ്തത്. അന്നോട്ടെ മമ്മൂട്ടിയാണ് ഇയാളെ ബാക്കിങ്. അത് കഴിഞ്ഞ് തനിയാവർത്തനം വരുന്നു. അതിനകത്ത് അതുവരെ നമ്മൾ കാണുന്നപ്പം ഇരുട്ടിന്റെ ആത്മാവ് വേറൊരു ശരിക്കും സീസൺ അവാർഡ് കിട്ടുന്ന സിനിമയാണ്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സും കോൺഗ്രസ് എല്ലാം കളിച്ച് കളഞ്ഞ അവാർഡ്. നല്ല പെർഫോമൻസ് ആയിരുന്നു, നന്നായി സീസൺ ചെയ്തിട്ടുണ്ട് ന്യൂആൻസസിലൊക്കെ. നമുക്കിപ്പോൾ ഒരു അസ്വസ്ഥ ഉണ്ടാക്കുന്ന കഥാപാത്രം. അതിനുശേഷം ഈ സിനിമയാണ് ഭയങ്കര ഹിറ്റായാലും. ഇതിന്റെ കഥ പറയുന്നത് തന്നെ ഇപ്പോൾ ഈ മമ്മൂട്ടി പൊതുവെ ഒരു ദേശീയക്കാരനായ ഒരാളാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് കഥ എന്ന് പറയാന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് ആണെന്നാണ് നമുക്കറിയത്തില്ല, ആളുകൾ പറയുന്നതാണല്ലോ. അപ്പോൾ ഈ ഒരു കഥ കേട്ടിട്ടുള്ളത്, ലോകദാസ് കഥ പറയാനായിട്ട് അകത്തേക്ക് വന്നപ്പോൾ പുറത്തിരുന്നിട്ട് ഇങ്ങനെ ഇവർ സിബി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ടോ ഈ സിംഹത്തിന്റെ മടയിലേക്ക് ഇയാൾ പോയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഒരേ തരത്തിലുള്ള ആളുകളാണ്. ഇപ്പം ഈ സിനിമാക്കാർ അന്വേഷിച്ച് വരുന്ന സമയത്ത് ഈ ലോകദാസ് ഒരാളിന്റെ ചോട്ടി ഇരിക്കുകയാണ്. ആളിന്റെ ചോട്ടി ഇരിക്കുമ്പോഴാണ് സിനിമയിലേക്കുള്ള വിളി വരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു ലോകദാസ് ഈ കൂട്ടത്തിലുണ്ടോയെന്ന് ഈ കാറിൽ വന്ന ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു തെറി വിളിച്ചിട്ടാണ് അവര്, ഇദ്ദേഹത്തിന് അറിയത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അത്രയും ആ പരുക്കനാണ് അദ്ദേഹം. എന്നാൽ നല്ല മനുഷ്യനാണ്. ഈ ചാലക്കുടി മണിയെ കൊണ്ട് ശുദ്ധനാണ്. അപ്പൊ ഇദ്ദേഹം അകത്ത് കയറി 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചിറങ്ങി വന്നു മമ്മൂട്ടിയൊക്കെ. കാരണം ഒറ്റ വരിയിൽ ഈ കഥ പറഞ്ഞു, ഈ തനിയാവർത്തനത്തിന്റെ കഥ. അദ്ദേഹം മമ്മൂട്ടി അത് മതി. മമ്മൂട്ടി എപ്പോഴും ഏറ്റവും ചുരുങ്ങിയ കഥ പറഞ്ഞത്. പിന്നെ മമ്മൂട്ടി സ്ക്രിപ്റ്റ് കൊണ്ടുപോവാ. അപ്പൊ സ്ക്രിപ്റ്റ് മമ്മൂട്ടി ഇഷ്ടപ്പെട്ട അടുത്ത പ്രൊഡ്യൂസറിനെ നമുക്ക് ശരിയാക്കാം. മമ്മൂട്ടി ബാക്കി മമ്മൂട്ടി ഏറ്റെടുക്കും. മമ്മൂട്ടിക്ക് അപാര സെൻസാണ് സിനിമയിൽ. മമ്മൂട്ടി ഒരു നമ്മൾ ജസ്റ്റ് ഒരു കഥ 2 വരി പറഞ്ഞു കൊടുത്താൽ മതി, മമ്മൂട്ടിക്ക് അറിയാതെ. പിന്നെ സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് മമ്മൂട്ടിക്കായാലും മോഹൻലാലിന് ഒരു മോശം സമയം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ നമ്മൾ ഹിസ്ഗൈനസ് അബ്ദുള്ള, അതുപോലെ മറ്റേ ആ ഭരതം, കമലദളം ഇങ്ങനെയുള്ള പടങ്ങൾ വരുന്നതും ഇദ്ദേഹം നാഷണൽ അവാർഡ് ഉൾപ്പെടെ വാങ്ങിക്കുന്നതും ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പടങ്ങൾ വീണ്ടും ഹിറ്റുകളായി മാറുകയും ചെയ്യുന്ന ഒരു സമയമുണ്ടായി. അതുപോലെ മമ്മൂട്ടിക്കായാലും നമ്മൾ ഈ പറയുന്ന അമരത്തിലെ ആ കഥാപാത്രത്തെ മറക്കാൻ പറ്റില്ല. അതുപോലെ ജോഷി ഏറ്റവും നമുക്ക് ഏറ്റവും എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയ ആൾ ജോഷി സാറാണ്. ജോഷി സാറിന്റെ വിഷ്വൽ സെൻസും അദ്ദേഹത്തിന്റെ ഒരു ഡെപ്തിന്റെ ഒരു സ്ക്രിപ്റ്റിന്റെ ഡെപ്തും കൂടി വരുമ്പോൾ അത് നമ്മൾ കൗരവരൊക്കെ കണ്ടാൽ മതി. ഒരു സീനൊക്കെ ഏതോ ലെവലിൽ അങ്ങ് പോകുക. കൂടുതൽ സിനിമ ചെയ്തത് സിബിന്റെ കൂടെയും പിന്നെ അതുപോലെ തന്നെ സത്യേട്ടന്റെ കൂടെയൊക്കെയാണ്. പക്ഷെ നമ്മൾ ഇദ്ദേഹത്തിന്റെ ജോഷി സാറിന്റെ സിനിമകൾ കണ്ടാണ് വേറെ ലെവലിലാണ്. അത് അവര് ഒരാളെ ഭയങ്കര വിഷ്വൽ സെൻസ് ആണ്, ഒറ്റയാളുടെ ഭയങ്കര ഡെപ്ത് ആണ് സ്ക്രിപ്റ്റിന്റെ. ഇത് രണ്ടും കൂടി കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് ഉണ്ട്. നമ്മൾ അസ്വസ്ഥപ്പെടുന്ന സിനിമയാണ്.
പക്ഷെ അങ്ങനെ നമ്മൾ എങ്കിൽ പോലും നമ്മൾ രണ്ടാമത് കാണുന്ന സിനിമയാണ് ഈ പറഞ്ഞ കൗരവരൊക്കെ. അതിൽ ഭയങ്കര വയലൻസ് ഒക്കെ ഉണ്ട്. അല്ല തിലകന്റെ ക്യാരക്ടറൊക്കെ അറിയാലോ. പിന്നെ അവസാനം ഈ പിള്ളേരെ വെടിവെച്ച് കൊല്ലുന്നതൊക്കെ. അപ്പൊ അത് ആ സ്ക്രിപ്റ്റ് കൊടുക്കുന്ന ഒരു വിഷ്വലായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പരിസരമുണ്ട്. അത് ജോഷി സാർ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നു. എന്തായാലും നമുക്ക് ലോകദാസിനെ പോലെ മലയാള സിനിമയിൽ അദ്ദേഹത്തിന്റെ പേര് മാത്രം മതി. അങ്ങനെ വളരെ ലോഹിക്ക് പറ്റിയെന്ന് വെച്ചാൽ ലോഹി അതൊക്കെ ചെയ്തു അവസാനം ലോഹി പിന്നെ ലോഹി പലതും ചെറിയ അനുഭവങ്ങളിൽ നിന്നാണ്. ഗുണ്ടുകാട് സാബുവിന്റെ കഥയാണ് കിരീടം എന്ന് പറയുന്നത്. അതെ കിരീടം നമ്മൾ പരാമർശിക്കാം. അതെ പിന്നെ എം ജി ശ്രീകുമാറിന്റെ കഥയായിട്ട് ബന്ധമുണ്ട് ഭരതത്തിനെന്ന് പറയുന്നു, അങ്ങനെ ഒക്കെ പറയും. പക്ഷെ ലോഹി പറയുന്നത് വെച്ചാല് ഗുണ്ടുകാട് സാബുവിന്റെ കഥയല്ല, അയാളെ നാട്ടിൽ നിന്നാണ് ആ ഒരു ആശാരി വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരന്റെ കഥയാണ്. അവൻ ഒരുപാട് കഥകളുണ്ട്. അപ്പം ദശരഥത്തെ പറ്റി വേറൊരു അസോസിയേറ്റ് ഡയറക്ടർ അദ്ദേഹം പിന്നെ ഒരിക്കൽ ഇദ്ദേഹത്തോട് പറഞ്ഞ കഥയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതെനിക്കറിയില്ല എന്തായാലും. പക്ഷെ അത് വിഷ്വലൈസ് ചെയ്ത് വരുമ്പോൾ വല്ലാത്തൊരു ഇമ്പാക്ട് ആയിരുന്നു. ഇത് സിബി തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോഹിന്റെ സ്ക്രിപ്റ്റ് കൈ കിട്ടിയല്ലേ. ലോകദാസിന്റെ സ്ക്രിപ്റ്റ് ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് സിബി വിട്ടതോടുകൂടി ലോഹി രണ്ടുപേരും ലോഹി സംവിധാനത്തിന് പോയതാണ് ലോഹിയുടെ പ്രശ്നം. ലോഹിന്റെ ഒരു നമ്മളിപ്പോ സംവിധായക എന്ന രീതിയിൽ ലോഹിയുടെ സിനിമകൾ അത്ര ഗംഭീരമൊന്നുമില്ല. പിന്നെ ലോഹി ചില സിനിമകളൊക്കെ എന്ന് വെച്ചാൽ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, സാമ്പത്തികമായ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ഇപ്പം സാഗരം സാക്ഷി പോലുള്ള സിനിമകൾ അതൊന്നും അങ്ങനെ അതൊരു ലോഹി പടം നമുക്ക് തോന്നില്ല. സിനിമ അപ്പം ഒരുപാട് സിനിമകൾ അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന സിനിമ. അതുപോലെ തന്നെ അവസാനം വന്ന ഹിറ്റ് പടമാണ് കുഞ്ചാക്കോ ബോബന്റെ സിനിമ. ഏതായിരുന്നു കുഞ്ചാക്കോ ബോബൻ ഒരു സിനിമ ഉണ്ടല്ലോ കസ്തൂരിമാൻ പോലുള്ളത്. കസ്തൂരിമാനിലും നമുക്ക് അത് ചില സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കിരീടത്തിന്റെ ഒന്ന തരത്തിലേക്ക് ആ സിനിമ അത് ഈ കസ്തൂരിമാൻ തമിഴിലെടുത്താണ് അദ്ദേഹത്തിന്റെ ദുരന്തവും. അത് തമിഴിലെടുത്ത് ഇദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്തു. പാവം അവിടെ അന്നപ്പോ ഒരു മഴ വന്നു, ഭീകരമഴ. സൗത്ത് ഇന്ത്യയിൽ ഈ പ്രളയങ്ങൾ തുടങ്ങുന്ന അന്നാണ്. ആരും പുറത്തിറങ്ങാത്ത അവസ്ഥയായി. ഈ സിനിമ ഡിലേ ആരും കാണാണ്ടായിരുന്നില്ല. അപ്പൊ മഴ തീർന്ന സിനിമ പോയി. ആ മഴ വന്നിട്ട് ആ പടം ഭയങ്കര ഹിറ്റായി. അതോടുകൂടി മീര യാസ്മിന്റെ തമിഴിലെ കരിയറും പോയി. അദ്ദേഹം ഭയങ്കര സാമ്പത്തിക ബാധ്യത. പിന്നെ ഒരിക്കലും ഒരു കലാകാരനൊന്നും ഇങ്ങനെ വലിയ ഈ ബാങ്കുകാരുടെ വിളി ഇതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് മാനസിക സമ്മർദ്ദം. അങ്ങനെയാണ് അദ്ദേഹം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു പ്രൊഡ്യൂസർ മലയാളത്തിൽ കിട്ടാനൊന്നും വലിയ പാടൊന്നുമില്ല. കാരണം അപ്പോഴും അദ്ദേഹത്തിന് മാർക്കറ്റ് വാല്യൂ ഉള്ള ആളാണ്, തൊട്ടുമ്പോൾ ഹിറ്റാണല്ലോ അദ്ദേഹത്തിന് എപ്പോഴും. അപ്പം അത് പറ്റിപ്പോയി. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല സിനിമകൾ അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. പിന്നെ വന്ന പിള്ളേരെന്ന് വെച്ചാൽ വേറെ ഇപ്പം സച്ചി മരിച്ചുപോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വന്ന ഒരാളാണ് രഞ്ജിത്ത് ഇവരിൽ നിന്നെല്ലാം ഓരോ അംശങ്ങൾ ഉൾക്കൊണ്ട ഒരാളാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു കോമഡി സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതി, പിന്നെ ആക്ഷൻ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതി, പിന്നെ ഈ പറയുന്ന പോലെ ഓഫ് ബീറ്റ് സിനിമകൾ പോലുള്ള സിനിമകൾ, അങ്ങനെയാണ് രഞ്ജിത്ത് ഇവോൾവ് ചെയ്ത് വന്ന ഒരാളാണ്. ഇവരൊക്കെ എലമെന്റ്. ഒരാളുണ്ട് രഞ്ജൻ പ്രമോദ്, അദ്ദേഹം സംവിധായകനാകാൻ പോയ രഞ്ജൻ പ്രമോദ് അദ്ദേഹത്തിന്റെ സിനിമകൾ ചെയ്തിട്ടില്ല, കുറച്ച് സിനിമകൾ, പക്ഷെ അതെല്ലാം ഹിറ്റ്. പിന്നെ അങ്ങനെ മീശമാധവൻ രഞ്ജന്റെ മാത്രമല്ല, രഞ്ജന്റെ ഒരു അപ്ലിക്കേഷൻ ഉള്ള സിനിമ ആദ്യത്തെ സിനിമയാണ്. അന്നത് ഹിറ്റായില്ല, ഇപ്പം ഭയങ്കര ഹിറ്റാണ്. രണ്ടാം ഭാവം ഇന്നും പല ന്യൂ ജനറേഷൻ സിനിമകളുടെ തുടക്കട്ട സിനിമയാണ്. പിന്നെ ഉള്ളത് പിന്നെ ഈ നമ്മുടെ ബോബി സഞ്ജയ്, അവരൊരു പുതിയ കാലഘട്ടത്തിന്റെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയ അവരാണ് ബോബി സഞ്ജയ്. അവരുടെ സിനിമകൾ ഓരോന്നും ആദ്യത്തെ സിനിമ തൊട്ട് ട്രാഫിക് ആണല്ലോ വലിയൊരു വിപ്ലവം ഉണ്ടാക്കിയത്. പിന്നെ സച്ചി സേതു അതില് സച്ചി. പിന്നെ ഈ പുതിയ പിള്ളേരിൽ ഇപ്പം പുതിയ കുറേ പിള്ളേർ വന്നിട്ടുണ്ട്. അതിലിപ്പം നമ്മൾ എടുത്തു പറയാവുന്നത് എനിക്ക് തോന്നുന്നു ഷാരിസ് മുഹമ്മദ്, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു സത്യമേവ ചെയ്ത്. അപ്പം പക്ഷെ ഇവരൊക്കെ ഒരു പ്രശ്നം, ശ്യാം പുഷ്കരനുണ്ട്. പക്ഷെ എങ്കിലും ഈ ലോഹിതദാസിനെ പോലെ നമുക്കൊരു എന്താ പറയാ ഒരു കണ്ടേ അടങ്ങും. ഇപ്പൊ പത്മരാജൻ ലോഹിതദാസ് ഇങ്ങനെയാണ് ഞാൻ കേട്ടത്. എന്റെ തൊട്ടുമുള്ള ജനറേഷനിൽ പത്മരാജന്റെ സിനിമ വന്നാൽ ക്യാമ്പസ് കണ്ടേ അടങ്ങും. നമ്മളെ കാലഘട്ടത്തിൽ ലോഹിന്റെ പടം വന്നാല് കണ്ടേ അടങ്ങും. അങ്ങനെ ഒരു തിരക്കഥാകൃത്ത് തോന്നി. രഞ്ജിത്ത് ഇടയ്ക്ക് വന്നിരുന്നു, നന്ദനം തൊട്ടിട്ട് കുറച്ച് സിനിമകൾ. പക്ഷെ കുറച്ച് ഒരു 3-4 വർഷം രഞ്ജിത്ത് അങ്ങ് പോയി. അതിനുശേഷം ബോബി സഞ്ജയ് കുറച്ച് വന്നു. സച്ചിന്റെ സിനിമകളും കാണാം. സച്ചി ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ നിന്ന് ഡയറക്ടറായി വന്നപ്പോൾ ഏറ്റവും സക്സസ്ഫുൾ ആയ സച്ചിയാണ്. 100% സ്ട്രൈക്കിംഗ് റേറ്റ്, ഒടുക്കത്തെ വിഷ്വൽ സെൻസുമാണ്. അപ്പോൾ എന്തായാലും ഇത് പിന്നെ ലോകദാസിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞാൽ നമുക്ക് കാണണം എന്ന് തോന്നുന്ന തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ അദ്ദേഹം മലയാളത്തിന് സംഭാവന ചെയ്തു എന്നുള്ളതാണ് ഈ ദിവസം നമുക്ക് എന്തായാലും ഈ ദിവസം എന്നല്ല, മിക്കവാറും സിനിമാ പ്രേമികളായ എല്ലാവരും മിക്ക ദിവസങ്ങളിലും അദ്ദേഹത്തെ ഓർക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്, അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ച് പഠിക്കാറുണ്ട്. നമുക്കും അത് ആ തരത്തിൽ അദ്ദേഹത്തെ ഓർക്കാൻ പറ്റിയത് ലോഹിതദാസ്.